Good morning. Dear students, നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് കോളനൈസേഷൻ ആണല്ലോ അവസാനം എടുത്തത് അല്ലേ? ഡീകോളനൈസേഷനിൽ അവസാനം എടുത്തത്. ഓക്കെ, നമുക്ക് ഏതാനും ഭാഗങ്ങൾ കൂടി ഉണ്ട് ആ ചാപ്റ്ററിൽ. നമുക്ക് കുറച്ചൊന്ന് വേഗത്തിൽ പോയിട്ട് ആ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നമ്മൾ കുറച്ച് പുറകിലാണ് ക്ലാസ് പല കാരണങ്ങൾ കൊണ്ട്. എന്റെ തൊട്ടടുത്ത ചാപ്റ്ററും കൂടി ഏകദേശം കഴിയേണ്ട സമയമായി. അപ്പൊ നിങ്ങള് നന്നായിട്ട് വായിക്കുക, അതേപോലെ തന്നെ ക്ലാസ് ശ്രദ്ധിക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വായിക്കുക. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ ടൈം എടുക്കാതെ നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് പോവാം. നമുക്ക് ഞാൻ പറഞ്ഞു നേരത്തെ, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് സത്യത്തിൽ ട്വന്റിയത്ത് സെഞ്ചുറി വേൾഡ് മൊത്തം ചുരുക്കിയിട്ട് ഒരു ചാപ്റ്ററിൽ ഇട്ടതാണ്. എന്ന് പറഞ്ഞാൽ 20ാം നൂറ്റാണ്ടിന്റെ മൊത്തം ഹിസ്റ്ററിയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് അതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രയാസം എന്താന്ന് വെച്ചാൽ, പലതും പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കുറച്ച് വൈഡായിട്ട് പോകും. ചിലത് വൈഡായി പോവാഞ്ഞാൽ നിങ്ങൾക്ക് അത് സംഗതി പിടുത്തം കിട്ടില്ല. അപ്പൊ അതേ സമയത്ത് അത്രക്കുള്ള ടൈം നമുക്ക് ഇല്ലതാനും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണുള്ളത്. ഒക്കെ വലിയ വലിയ ഹെഡിങ്ങുകളാണ്. പക്ഷെ പുസ്തകത്തിൽ ആകെ 4-5 ലൈനോ അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫോ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അത് മാത്രം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ആ സംഗതി മനസ്സിലാവില്ല. അത് മുഴുവൻ പറയാനാണെങ്കിൽ നമുക്ക് ടൈമും ഇല്ല. ഈ ഒരു അവസ്ഥയിലാണ് സംഗതി എടുക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കയറാം. ഇനി ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞോന്ന് നമുക്ക് ഈ ചാപ്റ്റർ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് സ്പീഡ് പോയാൽ മാത്രമേ അത് തീരുള്ളൂ, അല്ലെങ്കിൽ അത് പകുതി വെച്ച് നിൽക്കും. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് കയ്യിലെടുത്ത് വെക്കുക. ഉണ്ടല്ലോ അല്ലേ? ടെക്സ്റ്റ് മുന്നിൽ വേണം. പേജ് നമ്പർ 43, കോൾഡ് വാർ. കോൾഡ് വാർ. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ, കോൾഡ് പറഞ്ഞാൽ എന്താണ്? കോൾഡ് പറഞ്ഞാൽ എന്താടാ? കോൾഡ് പറഞ്ഞാൽ തണുപ്പാണ് അല്ലെ? ശീതം. ഇവിടെ വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. യുദ്ധമെന്നും പറയാം, അല്ലെങ്കിൽ സമരമെന്നും പറയാം. ശീതസമരമെന്ന് പറയാം. അപ്പൊ ഞാൻ വളരെ ചുരുക്കിയിട്ട് തന്നെ പറയാണ്. കാരണം ഇത് ഒരു ക്ലാസ്സില് ഇത് തന്നെ നമുക്ക് എടുക്കാൻ മാത്രമുള്ള ഒരു സാധനം ഉണ്ട് ശരിക്ക്. അപ്പൊ അതിന് നമുക്ക് ടൈം ഇല്ല നേരത്തെ പറഞ്ഞല്ലോ. എന്താണ് കോൾഡ് വാർ? ശീതസമരം. The world after the Second World War.
or from 1945 to the 1991. The period from the 1945 to 1991 is generally called the period of the Cold War. രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതിന് ശേഷം ഏകദേശം 1991 വരെയുള്ള കാലം 1991 വരെയുള്ള കാലം ലോക ചരിത്രത്തിൽ കോൾഡ് വാർ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. കോൾഡ് വാർ പീരീഡ് അല്ലെങ്കിൽ ശീതസമര കാലഘട്ടം എന്ന് പറയും. എന്താണ് കോൾഡ് വാർ? വളരെ ചുരുക്കി മാത്രമേ പുസ്തകത്തിൽ അത് സൂചിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ചുരുക്കി തന്നെ നമുക്കും പറഞ്ഞാൽ മതി. Then after the Second World War, the major powers in the Allied powers, the major countries, the Allied powers, USA and USSR, they turned to two sides. They really started after the last phase of the Second World War, or we discussed the attack of the USA against the Japan, or the atomic attack of the USA against Japan. We discussed this. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അമേരിക്ക അണുബോംബിട്ടത് എന്തിനാണ്? ജപ്പാനെ തോൽപ്പിക്കാനാണോ? അല്ല, ജപ്പാൻ അല്ലെങ്കിൽ തോൽക്കുമായിരിക്കും. പിന്നെ അവിടെ പറഞ്ഞിരുന്നു, സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള മത്സരത്തിന്റെ ഭാഗമായിരുന്നു അമേരിക്കയുടെ ആറ്റം ബോംബ് പ്രയോഗമെന്ന് പറഞ്ഞിരുന്നു. അഥവാ രണ്ടാം ലോക യുദ്ധം കഴിയുന്നതോടുകൂടി എന്തായി മാറുകയാണ്? സോവിയറ്റ് യൂണിയനും അമേരിക്കയും രണ്ട് ഭാഗത്തേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ the world divided into two blocks. One is led by the America or the USA, and other is led by USSR. This block is generally known as the capitalist bloc and the socialist bloc. ഓർത്തു നോക്കുക, എന്ത് ചെയ്യുന്നു? രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ബ്ലോക്കുകളായിട്ട്, രണ്ട് ടീമായിട്ട് മാറുന്നു. അഥവാ ആരൊക്കെയാണ്? ഒരു ഭാഗത്ത് USA-യും ഒരു ഭാഗത്ത് USSR. The capitalist bloc is led by the USA. Same time, the socialist bloc is led by the USSR. After the Second World War, world divided into two blocks. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക രാജ്യങ്ങൾ രണ്ട് ചേരികളായിട്ട്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ചേരികൾ, ചേരി എന്ന് പറഞ്ഞാൽ രണ്ട് ടീം, രണ്ട് ഗ്രൂപ്പ് ആയിട്ട് മാറുകയാണ്. എന്തായിരുന്നു ഇതിന്റെ അടിസ്ഥാനപരമായ രണ്ട് ബ്ലോക്കിന്റെയും അടിസ്ഥാനപരമായ ആശയം, അല്ല പിന്നെ അടിസ്ഥാനപരമായ കാരണം എന്തായിരുന്നു? അടിസ്ഥാനപരമായ കാരണം എന്തെല്ലായിരുന്നു? പിന്നെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ആയിരുന്നു. ഐഡിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ആശയപരമായ ഡിഫറൻസ് ആയിരുന്നു. ആശയപരമായ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഓർത്തു നോക്കുക, ഇവിടെ അമേരിക്ക മുതലാളിത്ത രീതി പിന്തുടരുന്ന രാജ്യമാണ്. പുതുതായിട്ട് രൂപം കൊണ്ട, അഥവാ നമ്മുടെ റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് പുതുതായിട്ട് രൂപം കൊണ്ട റഷ്യ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലിസ്റ്റ് രാജ്യവുമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഈ രണ്ട് ടീമായിട്ട് മാറുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, the USA floated a new alliance of the capitalist countries while the USSR led the socialist nation. USA മുതലാളിത്ത രാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു, USSR സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ എന്താണ്? അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കൂടെ കുറെ രാജ്യങ്ങൾ രണ്ടു ഭാഗത്തുമായിട്ട് അണിനിരക്കുന്നു. അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ നേതൃത്വം USSRന്റെ കൈകളിലും മുതലാളിത്ത രാജ്യങ്ങൾ പലതും അമേരിക്കയുടെ ഭാഗത്തുമാകുന്നു. അങ്ങനെ രണ്ട് ചേരികളായിട്ട് മാറുന്നു. These two blocks, the capitalist bloc and the socialist bloc, this is known as the capitalist bloc and the socialist bloc. This represented the contradictory ideas, continued their political and diplomatic wars. This enmity based on the ideological conflict and the diplomatic confrontation was called the Cold War. ഞാൻ ടൈം വളരെ കുറവായതുകൊണ്ട് പുസ്തകത്തിലുള്ള സെന്റൻസ് തന്നെ നിങ്ങളോട് പറയുകയാണ്, അതിൽ മാത്രം അത് ഒതുക്കുകയാണ്. അല്ലെങ്കിൽ വളരെ വൈഡ് ആയിട്ട് പറയേണ്ട സാധനമാണ്. പക്ഷെ നമുക്ക്
അത് വളരെ വൈഡായിട്ട് അത്യാവശ്യമില്ല. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ വാട്ട് ഈസ് കോൾഡ് വാർ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 3 മാർക്ക് തന്നെ ചോദിക്കാം. അങ്ങനെ പറയുമ്പോൾ 2 സെന്റൻസ് അതില് ഉൾപ്പെടുത്തണം. ഒന്ന് ഞാൻ പറയുന്നത് എന്താണ്, the world from the 1945 to 1991 is generally known as the period of Cold War. 1945 മുതൽ 91 വരെയുള്ള കാലഘട്ടം ശീതസമര കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ്, the world divided into 2 blocks. One is capitalist bloc and the other is socialist bloc. The capitalist bloc is led by USA, same time the socialist bloc is led by USSR. Second point ഇതാണ്. ഈ രണ്ടാമത്തെ പോയിന്റ് പറയണം. മനസ്സിലായല്ലോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? The world divided into 2 blocks, the capitalist bloc and the socialist bloc. Capitalist bloc is led by USA, same time the socialist bloc is led by USSR. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ പുസ്തകത്തിലെ ആ പാരഗ്രാഫിന്റെ, കോൾഡ് വാർ എന്ന് പറയുന്ന പാരഗ്രാഫിന്റെ ഹെഡിങ്ങിന് താഴെയുള്ള പാരഗ്രാഫിന്റെ അവസാനത്തെ ഭാഗം നോക്കുക, ലാസ്റ്റ് ഭാഗം. The ideological conflict and the diplomatic confrontation. The ideological conflict and the diplomatic confrontation with the 2 blocks is known as the Cold War. ശ്രദ്ധിക്കുക, സെന്റൻസ് ശ്രദ്ധിക്കുക. The ideological conflict and the diplomatic confrontations between the 2 blocks is known as the Cold War. ഈ 2 ബ്ലോക്കുകൾ തമ്മിലുള്ള ആശയപരമായ സംഘട്ടനങ്ങളും നയതന്ത്രപരമായ യുദ്ധവുമാണ്, അല്ലെങ്കിൽ നയതന്ത്രപരമായ ഏറ്റുമുട്ടലുകളുമാണ്. ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞാൽ നയതന്ത്രപരമായ ഏറ്റുമുട്ടലുകളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത്. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ അത്ര അതുപോലെ പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വാട്ട് ഈസ് കോൾഡ് വാർ എന്ന് ചോദിച്ചാൽ അത്ര എഴുതേണ്ട ആവശ്യമുള്ളൂ. മാക്സിമം 3 മാർക്കിനെ ചോദിക്കുള്ളത്. ഇനി ഇത് വിശദീകരിക്കാൻ നമുക്ക് ഒരുപാട് വിശദീകരിക്കാം. പക്ഷെ അത് ഒരു സെന്റൻസ് ഞാൻ അതിന്റെ ഒരു കാമ്പ് പറഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോകാം. കാരണം ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് കോൾഡ് വാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് വിശദീകരിക്കുമ്പോൾ തലക്കെന്ന് തുടങ്ങിയിട്ട് അവസാനിപ്പിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അത് ചുരുക്കി പറയുന്നത്. ശ്രദ്ധിക്കാം. 2ാം ലോക യുദ്ധത്തിന് ശേഷം എന്താണ്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിൽ നടന്ന ആശയപരവും നയതന്ത്രപരവുമായ ഒരു എന്താണ് ഏറ്റുമുട്ടലാണ്, ഒരു ഡിപ്ലോമാറ്റിക് വാർ ആണ്, അല്ലെങ്കിൽ ഒരു നയതന്ത്രപരമായ യുദ്ധമാണ് എന്ത് ശീതസമരം എന്നറിയപ്പെടുന്നത്. ഇതൊരു യുദ്ധമായിരുന്നോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു അമേരിക്കയും സോവിയറ്റ് യൂണിയനും നേരിട്ടൊരു യുദ്ധം ഉണ്ടായില്ല. എന്നാൽ സമാധാനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തീരെ സമാധാനമില്ല. അഥവാ ഏത് സമയത്തും ഒരു 3rd വേൾഡ് വാർ ലോകം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു 3ാം ലോക യുദ്ധം ഇതാ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഒരു 3rd വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുമെന്ന് ലോകം ഉത്കണ്ഠയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കോൾഡ് വാർ എന്ന് പറയുന്നത്. പിന്നെ കോൾഡ് വാർ എന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ 3ാം ലോക യുദ്ധം ഉണ്ടാവാത്തത് കൊണ്ട് അതിനെ നമ്മൾ കോൾഡ് വാർ എന്ന് വിളിച്ചു. അല്ലെങ്കിൽ അത് 3ാം ലോക മഹായുദ്ധമായിട്ട് മാറുമായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഞാൻ പറയുന്ന ഈ സെന്റൻസ്, ഞാൻ പറയുന്ന സെന്റൻസ് മാത്രം നിങ്ങൾ പഠിച്ചു നോക്കും. ഇനി ഒരു ഓർത്ത് വെക്കാൻ അറിയോ, 2nd വേൾഡ് വാറിന് ശേഷം ആശയപരമായിട്ട് നടന്ന ഒരു ഈ ഡിപ്ലോമാറ്റിക് വാറിൽ എന്തൊക്കെ ചോദിച്ചു, they used the war weapons, the armaments, then the economic diplomacy and the diplomatic confrontation, military alliances, and the technological experimentation, etc. അഥവാ ഇതിൽ എന്തൊക്കെ ഉപയോഗിച്ചു, എല്ലാം ഉപയോഗിച്ചു. അഥവാ യുദ്ധം കഴിഞ്ഞതിന് ശേഷം 2 കൂട്ടരും 2 ടീമായിട്ട് മാറുന്നു. അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പേജ് ഒന്ന് വായിക്കുക, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, എന്നാലും അവിടെ മിലിറ്ററി പാക്സ് എന്ന് കാണാം. മിലിറ്ററി പാക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അഥവാ കോൾഡ് വാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് 2 വിഭാഗവും, അഥവാ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തങ്ങളുടെ കൂട്ടത്തിലേക്ക്, തങ്ങളുടെ ബ്ലോക്കിലേക്ക് പരമാവധി രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിച്ചു. സോ they formed different military alliances, the NATO, SEATO, CENTO and Warsaw Pact. ഇങ്ങനെ പല പേരിൽ വിവിധ മിലിറ്ററി അലയൻസുകൾ ഇവർ രൂപീകരിച്ചു.
ഇതില് ആദ്യം പറയുന്ന നാറ്റോ, സിയാറ്റോ, സെന്റോ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് മൂന്നും അമേരിക്കൻ സ്പോൺസേഡ് മിലിറ്ററി അലയൻസസ് ആണ്. മിലിറ്ററി അലയൻസ് ആണ് എന്താ? സൈനിക സഖ്യം അഥവാ വേറെ രാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിച്ചും അവർക്ക് സാമ്പത്തികമായ ഓഫറുകൾ നൽകിയും അല്ലെങ്കിൽ മറ്റു പല ഓഫറുകളൊക്കെ നൽകി ഞങ്ങളോടൊപ്പം യുദ്ധമുണ്ടായാൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള ഈ കോണ്ടാക്ട് അല്ലെങ്കിൽ എന്താണ് പിന്നെ കരാറാണ് എന്ത് മിലിറ്ററി അലയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നാറ്റോ, സിയാറ്റോ, സെന്റോ ഇത് മൂന്ന് അമേരിക്ക ഉണ്ടാക്കിയതാണ്. അതിന് പകരമായിട്ട് സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്തതാണ് വായ്സോ പാക്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇങ്ങനെ സഖ്യം ഉണ്ടാക്കിയിട്ട് തുടങ്ങി ഈ മത്സരം. സാമ്പത്തികമായിട്ട് മത്സരം ഉണ്ടായിരുന്നു, അഥവാ ലോക രാജ്യങ്ങൾക്ക് ഇവര് സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് രാജ്യങ്ങൾ ഒപ്പം കൂട്ടലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയുധങ്ങൾ സംഭരിച്ചു വെക്കലുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നെ നേരിട്ടൊരു യുദ്ധം ഉണ്ടായില്ല. അത് രസകരമായ ഒരു കാര്യമാണ്. വാൾട്ടർ ലിപ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ പൊളിറ്റീഷ്യനാണ് ഈ കോൾഡ് വാർ എന്ന് പറയുന്ന ആശയത്തിന് പ്രചാരം നൽകുന്നത്. അപ്പൊ വാൾട്ടർ ലിപ്മാൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ലോകയുദ്ധം ഉണ്ടാവാതെ പോയത്? ബൈപോളാർ വേൾഡ് എന്ന് പറയുന്നത് ദ്രുവ ലോകം എന്നാണ് ഈ ലോകം അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കട്ടെ, ബൈപോളാർ വേൾഡ്. അവിടെ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ആർണോൾഡ് ടോയൻബി ആണ് ഈ കാലഘട്ടത്തെ ബൈപോളാർ വേൾഡ്, ദ്വിധ്രുവ ലോകം. ശ്രദ്ധിക്കുക, ബൈപോളാർ വേൾഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ധ്രുവങ്ങൾ. രണ്ട് ധ്രുവം എന്ന് പറഞ്ഞാൽ ഒരു ധ്രുവത്തിന്റെ നേതൃത്വം അമേരിക്ക, മറ്റേ ധ്രുവത്തിന്റെ നേതൃത്വം അമേരിക്ക. അതിന് ചുറ്റും കുറെ രാജ്യങ്ങൾ. ഒരു നമ്മൾ ഉപഗ്രഹം എന്താണ് സോളാർ ഇത് പറയുന്ന പോലെ തന്നെ, ധ്രുവം എന്ന് പറയുന്ന പോലെ തന്നെ ആയിരുന്നു ഇത്. അമേരിക്കന്റെ ചുറ്റും കുറെ രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയന്റെ ചുറ്റും കുറെ രാജ്യങ്ങൾ. അപ്പൊ ലോകം രണ്ടായിട്ട് വിഭജിക്കുന്നു. അങ്ങനെ ഇവര് മിലിറ്ററി അലയൻസസ് ഉണ്ടാക്കിയിട്ട് രാജ്യങ്ങൾ ഒപ്പം കൂട്ടുന്നു. എന്ത് ചെയ്യുന്നു? ആ തരത്തിൽ അവര് എന്തായി മാറുന്നു. ഇനി പിന്നെ ഞാൻ പറഞ്ഞു വന്നതാണ്, എന്തുകൊണ്ടൊരു യുദ്ധം ഉണ്ടായില്ല? അത് രസകരമായ കാര്യമാണ് വാൾട്ടർ ലിപ്മാൻ പറയുന്നത്. എന്താ അറിയോ? യുദ്ധത്തിന്റെ പല സാഹചര്യങ്ങൾ വന്നു. യുദ്ധം ഇതാ ഇപ്പൊ പൊട്ടി പുറപ്പെട്ട സോവിയറ്റ് യൂണിയന്റെ സൈന്യം പുറപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ടായി. സോവിയറ്റ് യൂണിയന്റെ കപ്പലുകള് പസഫിക്കിലൂടെ പിന്നെ പുറപ്പെട്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. പക്ഷെ യുദ്ധം പൊട്ടി പുറപ്പെട്ടില്ല. എന്തുകൊണ്ട്? അവിടെ രസകരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സത്യത്തിൽ സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ പേടിയാണ്, അമേരിക്കക്ക് സോവിയറ്റ് യൂണിയനെയും പേടിയാണ്. അതുകൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഘട്ടമാവുന്ന സമയത്ത് ഇവര് രണ്ടു കൂട്ടരും കൂടെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ഒപ്പുവെച്ച് എന്തെങ്കിലും ചർച്ചയിലൂടെ അത് പരിഹരിച്ചു മുന്നോട്ട്. ഈ പേടിയാണ് സത്യത്തിൽ രണ്ടു കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ പേടിയുള്ളത് കൊണ്ട് ലോകം മൂന്നാം ലോക യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഓർക്കുക, അതേ സമയത്ത് the world witnessed there are many wars the different part of the world. ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി. കൊറിയയിൽ നിന്ന് തുടങ്ങിയിട്ട് ജർമ്മനി വരെയുള്ള രാജ്യങ്ങളിൽ യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. ഈ യുദ്ധത്തിലൊക്കെ ഇവർ പങ്കെടുത്തു. അഥവാ ഒരു ഭാഗത്ത് അമേരിക്ക ഉണ്ടെങ്കിൽ മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടാവും. നിങ്ങളിപ്പോ കൊറിയ, രണ്ട് കൊറിയ ഇല്ലേ? നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ എന്ന് കേട്ടില്ലേ? രണ്ട് കൊറിയ അല്ലേ? ഈ രണ്ട് കൊറിയകളായത് ശീതസമര കാലത്താണ്. ഒരു കൊറിയയായിരുന്നു അവിടെ ഒരു ഭാഗത്ത്, കൊറിയയുടെ ഒരു ഭാഗത്ത് ഒരു ടീമിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തു, മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് സോഷ്യലിസ്റ്റ് കൊറിയയും കമ്മ്യൂണിസ്റ്റ് കൊറിയയും പിന്നെ ക്യാപിറ്റലിസ്റ്റ് കൊറിയയും ഉണ്ടാവുന്നത്. ഇങ്ങനെ പല രാജ്യം, ജർമ്മനി വിഭജിച്ച് രണ്ടായിരുന്നു, വിയറ്റ്നാം വിഭജിക്കപ്പെട്ടു. ഇങ്ങനെ പല രാജ്യങ്ങളിലും യുദ്ധമുണ്ടായി. പക്ഷെ അപ്പൊ ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളിലും ആരുണ്ടാവും? ഒരു ഭാഗത്ത് അമേരിക്ക ഉണ്ടാവും, മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ. പക്ഷെ നേരിട്ടൊരു യുദ്ധം ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ? അങ്ങനെ എല്ലാ മേഖലയിലും നടന്ന ഈ മത്സരം അവസാനം എങ്ങനെയാണ് അവസാനിക്കുന്നത്? അവസാനം ഇത് അപ്രതീക്ഷിതമായ ഒരു തരത്തിലാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറിയോ? നമുക്ക് ഈ ശീതസമരം അവസാനിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? അതില് ബാക്കിയുള്ള ഭാഗത്തേക്ക് വരാം. അപ്പൊ ഇതിന്റെ അവസാനം എങ്ങനെ ഉണ്ടാകുന്നത്? The end of the Cold War was due to the disintegration of the Soviet Union. അഥവാ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1980-കളാവുമ്പോഴേക്ക് ഇത് അതിശക്തമായ ഒരു ഭീഷണിയായിട്ട് മാറുന്നു. അഥവാ ഇന്നല്ലെങ്കിൽ നാളെ മൂന്നാം ലോക യുദ്ധം എന്നുള്ള തരത്തിൽ ലോകം ഇങ്ങനെ ഭീതിയോടുകൂടി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ വളരെ രസകരമായ കാര്യം എന്താണ്? എന്നാൽ കോൾഡ് വാറിന്റെ അവസാനം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുന്നത്. എന്താ അപ്രതീക്ഷിതം? ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ USA ആൻഡ് USSR ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യാണ്? ആഫ്റ്റർ ദ 1985 ദ മേജർ പവർ ദ USSR faced a great disintegration that is due to the collapse of the USSR and the end of the Cold War. ഈ മത്സരം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവസാനം മത്സരിച്ച് നിൽക്കുന്നതിനിടയിൽ എന്ത് സംഭവിക്കുന്നു?
ലോകം ഭീതിയോടുകൂടി ഞാൻ നിൽക്കുന്ന ഇടയിലാണ് ലോകത്ത് അമ്പരപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് USSR എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് രാജ്യം എന്ത് ചെയ്യുന്നത്, ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നത്, അഥവാ അത് ശിഥിലമാകുന്നത്. ഈ ശിഥിലീകരണമാണ് കോൾഡ് വാറിന്റെ അവസാനത്തിൽ വഴിയൊരുക്കുന്നത്. ഒരു പേജ് കൂടെ മറിക്കുക, 46th പേജ് കാണാം. അതിന്റെ അടിയിൽ നമ്മൾ പിന്നെ എടുക്കും. 46th പേജില് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് കാണാം. അപ്പൊ എന്താണ് കോൾഡ് വാർ എന്ന് മനസ്സിലായല്ലോ. ഞാൻ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു, എക്സാമിന് എഴുതാൻ നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാധനം മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതേസമയത്ത് അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ കൂടി ഓർത്ത് വെക്കുക. അവിടെ എന്താണ്, ദ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ദ ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ദ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്, ദിസ് ഈസ് നോൺ ആസ് ദ കോൾഡ് വാർ എന്നത് അടിസ്ഥാനപരമായി. ഇനി കോൾഡ് വാറിന്റെ എൻഡ് എന്ന് പറയുന്നത്, അവിടെ നിങ്ങള് 46th പേജിൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന ഹെഡിങ് കണ്ടോ? ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ കണ്ടോ? അമീന് കാണുന്നില്ലേ? അമീൻ, ഓക്കെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ശീതസമരം അവസാനിപ്പിക്കുകയാണ്, കാരണം നമുക്ക് ടൈം വളരെ കുറവായതുകൊണ്ട്. അങ്ങനെ 1945 മുതൽ ആരംഭിച്ച ഈ മത്സരം അതിന്റെ ഒരു മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന ടൈമാണ് 1885. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുകയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു സെൻസിൽ എടുക്കണം. അഥവാ ലോകം ഇങ്ങനെ നോക്കി കാണുകയാണ്. ഒരു ഭാഗത്ത് ഒരു മഹാശക്തിയായിട്ട് USA, മറുഭാഗത്ത് അതുപോലെ തന്നെ അമേരിക്കയോട് മത്സരിച്ച് നിൽക്കുന്ന വൻ ശക്തിയായിട്ടുള്ള USSR. അങ്ങനെ കിടക്കുന്ന USSR 1985 to 1991 ഈ കാലഘട്ടത്തെ ചില ചരിത്രകാരന്മാർ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. വെറുതെ നോർത്ത് നോക്കട്ടെ, എവിടെങ്കിലൊക്കെ ക്വിസ് മത്സരത്തിലൊക്കെ ആവശ്യം വരും. എൻഡ് ഓഫ് ചരിത്രത്തിന്റെ അന്ത്യം എന്ന് ചിലര് അതിന് വിശേഷിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, അതിശക്തമായ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്ന USSR എന്താണ്, USSR അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് തകർന്നു വീഴുകയാണ്. അപ്പൊ ഞാൻ അപ്രതീക്ഷിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ USSRന്റെ തകർച്ച ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ USSR എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇപ്പൊ ഞാൻ പറയും ഒരു ഉദാഹരണം, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണെന്ന് പറയും. അതേപോലെ ഇന്ത്യയും ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ത്യയിലെ ജനാധിപത്യം വേറെയാണോ? ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനാധിപത്യം അല്ല ഞാൻ പറയുന്നത്, നമ്മളെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യം. അപ്പോ ഇന്ത്യയും ജനാധിപത്യ രാജ്യമാണ്, ചൈനയും ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ രണ്ടിനെയും ജനാധിപത്യം ഒരേപോലെയാണോ? ആണോ? അല്ല. എന്താ വ്യത്യാസം? ഇന്ത്യയിലെ പോലെ പത്രങ്ങൾക്ക് ചൈനയിൽ ഗവൺമെന്റിനെ വിമർശിച്ച് പത്രത്തിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ചൈനയില് നിങ്ങൾ കോവിഡ് വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, കോവിഡുമായി ബന്ധപ്പെട്ട പലതും ചൈന മറച്ചു വെക്കുന്നു എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പൊ ചൈനയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ചൈനയിലെ ഗവൺമെന്റ് വിചാരിക്കാത്ത ഒന്നും പുറത്തു വരില്ല. കാരണം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഏകകക്ഷി ഭരണം, വൺ പാർട്ടി ഭരണം. ആ പാർട്ടി മാത്രമേ അവിടെ ഉള്ളൂ, വേറെ പാർട്ടികളില്ല. ആ ഭരണകൂടം തീരുമാനിക്കുന്നത് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുമ്പോഴുള്ള അവസ്ഥ. അപ്പൊ അതുപോലെ ഒരു സോവിയറ്റ് യൂണിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ ഉള്ളിൽ പലതും നടക്കുന്നുണ്ടാവാം, പക്ഷെ ലോകത്തിന് അതൊന്നും അറിയില്ല. ലോകത്തിന് ആകെ പരിചയമുള്ള സോവിയറ്റ് യൂണിയൻ എന്താണ്? എ ബിഗ് പവർ ദാറ്റ് ഫൈറ്റ് വിത്ത് ദ USA. USA കൊമ്പ് കോർത്തു നിൽക്കുന്ന ഒരു മഹാശക്തി എന്ന് മാത്രമാണ് ലോകത്തിന് സോവിയറ്റ് യൂണിയനെ കുറിച്ചുള്ള ചിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത്, അൺഎക്സ്പെക്ടഡ് ഡിസിൻറ്റഗ്രേഷനെ കുറിച്ച് അൺഎക്സ്പെക്ടഡ് എന്ന് പറയുന്നത്, അഥവാ അപ്രതീക്ഷിതമായ ഒരു തകർച്ച എന്ന് ലോകം വിലയിരുത്താനുള്ള കാരണം. ഇനി എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് നോക്കാം. ഇവിടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അവിടെ എഴുതിയ പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ആണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാം. what are the factors due to the disintegration of the Soviet Union? സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ശ്രദ്ധിക്കുക. അതില്
ഒന്നാമത്തെ പോയിന്റ് അവിടെ നിൽക്കട്ടെ, അവസാനം പറയട്ടാ. സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കുക. ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. ആ പോയിന്റ് ഓർത്ത് വെച്ചോളൂ. അങ്ങനെ തന്നെ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ് കാരണമെന്ന് ഒരു വിഭാഗം പറയുന്നു. ദെൻ സെക്കൻഡ്, കറപ്ഷൻ ആൻഡ് ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദ ബ്യൂറോക്രസി. അഴിമതിയും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ അഴിമതിയുമാണ് മറ്റൊരു കാരണം. അഥവാ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. പക്ഷേ അവസാനം ആകുമ്പോഴേക്ക് ജനങ്ങൾക്ക് സോഷ്യലിസത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ എന്തായി മാറി? അഴിമതി വ്യാപിച്ചു. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം റഷ്യയിൽ വളർന്നു വന്നു. ഇത് ജനങ്ങളെ സോഷ്യലിസത്തിൽ നിന്ന് അകറ്റി എന്നതായിരുന്നു വസ്തുത. മറ്റൊന്ന് നോക്കുക, ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ എക്കണോമിക് സെക്ടർ. അഥവാ ലോകത്ത് സാമ്പത്തിക രംഗത്തുണ്ടാവുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ എന്ത് ചെയ്തു? സാമ്പത്തിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം എന്താണെന്ന് ഞാൻ പറയാം. ഈ 3 പോയിന്റ്. ഇനി നമുക്ക് അവസാനത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് അവസാനം പറയാം. ഇനി ഇവിടെ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. എന്താ അറിയോ? സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷന് ഈ എക്കണോമിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അതാണ് അവസാനം പറഞ്ഞ ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ദ ചേഞ്ച് ഇൻ എക്കണോമിക് സെക്ടർ എന്ന് പറഞ്ഞത്. അഥവാ സോവിയറ്റ് യൂണിയന്റെ ഒരു വൻ ശക്തി എന്നുള്ള നിലയിൽ അവര് അമേരിക്കയുമായിട്ട് മത്സരിക്കുമ്പോഴും സോവിയറ്റ് യൂണിയന്റെ എക്കോണമി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഫെയിലിയർ ഇൻ ദ ബ്രിങ്ങിങ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ എന്ന് പറയും. അഥവാ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതിലുണ്ട പരാജയം. എന്താ മാറ്റം എന്നാണ് അവിടെ ശ്രദ്ധിക്കുക. അഥവാ അമേരിക്കയുമായിട്ട് മത്സരിക്കുന്ന സോവിയറ്റ് യൂണിയന് സാമ്പത്തിക രംഗത്ത് വലിയ സമ്പത്ത് മത്സരത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും സോവിയറ്റ് യൂണിയന്റെ കാർഷിക മേഖലയും മറ്റുമൊക്കെ എന്ത് ചെയ്തു? ഇതിന്റെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പക്ഷെ അമേരിക്ക ഈ സമയത്ത് ഇതിനെ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അമേരിക്ക പുതിയ പ്രൊഡക്ഷൻ മേഖലയെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അമേരിക്ക അതിശക്തമായിട്ട് ഇവിടെ കുതിച്ചു കയറിയത്. അപ്പൊ പുതിയ എന്ന് പറയുന്ന ഉദാഹരണത്തിന് ഇലക്ട്രോണിക് പ്രൊഡക്ട്സിന്റെ കാലഘട്ടമാണ് 1950ക്ക് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. 1950 ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങളുടെ, പുതിയ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ പ്രളയകാലമാണ്. അപ്പൊ അമേരിക്ക ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ അതിവേഗം ഉൽപ്പാദിപ്പിച്ചു കൂട്ടി അതിന്റെ ഡിസ്ട്രിബ്യൂഷനിലൂടെ, കച്ചവടത്തിലൂടെ എന്ത് ചെയ്തു? അമേരിക്ക വേഗത്തിൽ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ വേഗത്തിനനുസരിച്ച് സോവിയറ്റ് യൂണിയന് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷനിൽ അമേരിക്കയെ പോലെ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ട് അതുവഴി സഞ്ചരിക്കാൻ അത്ര സ്പീഡിൽ കഴിഞ്ഞില്ല. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് സോവിയറ്റ് യൂണിയൻ വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടന്നില്ല എന്നോ സാങ്കേതിക രംഗത്ത് സോവിയറ്റ് യൂണിയൻ വളർന്നില്ല എന്നൊന്നല്ല. പക്ഷെ ഇവിടെ ഒരു കമ്പാരിസൺ ആണ്. കമ്പയർ വിത്ത് അമേരിക്ക, കമ്പയർ വിത്ത് USA. USA-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുതലാളിത്ത രാജ്യമായ USA ഈ പുതിയ മേഖലകളിലേക്ക് വളരെ വേഗം എന്ത് ചെയ്തു? അവര് മാറിയപ്പോൾ സോവിയറ്റ് യൂണിയൻ അത്ര വേഗത്തിൽ മാറാൻ കഴിഞ്ഞില്ല. അത് സോവിയറ്റ് യൂണിയന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ പണ്ടൊക്കെ, അഥവാ ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ എതിർത്തു. സംഗതി തമാശക്ക് പറയുന്നതാണെങ്കിൽ സംഗതി ഉള്ളത് തന്നെയാണ്. അത് ആ എതിർപ്പിന് വേറെ കാരണങ്ങളുണ്ട്. അതേ സമയത്ത് അങ്ങനെ അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ സ്വാഭാവികമായിട്ടും എന്താണ് താമസിച്ചു പോയി എന്നർത്ഥം. അപ്പൊ ഇത് അമേരിക്കയുമായിട്ട് മത്സരിച്ച് നിൽക്കുന്ന സോവിയറ്റ് യൂണിയന് അവരുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴല്ല, ആരുമായിട്ട് താരതമ്യം, അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ എക്കണോമിക് രംഗത്തുള്ള ഈ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന കാരണം. ഈ പ്രശ്നം സോവിയറ്റ് യൂണിയന് കുറച്ച് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രി, അതുപോലെ ടെക്നോളജിക്കൽ മേഖല ഒക്കെ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷെ ഇത് ലോകത്തിന് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിന് ഇതൊന്നും അറിയില്ല. കാരണം ലോകത്തിന് എപ്പോഴാണ് അറിയുന്നത്? ഇത് അങ്ങോട്ട് പൊളിഞ്ഞു ചാടുമ്പോൾ മാത്രമാണ് ലോകം ഇത് അറിയുന്നത്. അതാണ് അൺഎക്സ്പെക്ടഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ കറപ്ഷൻ, ഇൻഎഫിഷ്യൻസി. ജനങ്ങൾക്ക് സോഷ്യലിസത്തിൽ എന്ത് ചെയ്തു? പിന്നെ വിശ്വാസം കുറഞ്ഞിരുന്നു. പിന്നെ മറ്റൊരു പ്രശ്നം സോഷ്യലിസവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. അഥവാ അമേരിക്കയും സോവിയറ്റ് യൂണിയനാണല്ലോ മത്സരം. മുതലാളിത്ത രാജ്യങ്ങളിലെയും സോഷ്യലിസ്റ്റ് രാജ്യത്തിലെയും വ്യത്യാസം ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു. ചൈനയിൽ ഇന്ത്യയിലുള്ള ജനാധിപത്യം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ? ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല. കാരണം ചൈനയിലെ ജനാധിപത്യത്തിന് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ അതിശക്തമായ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ മേലെ ഉണ്ടാവും. കാരണം അത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ്.
അതേപോലെ തന്നെ ഇവിടെയും സ്ഥിതി സോവിയറ്റ് യൂണിയനിലെ ജനങ്ങളുടെ മേൽ ജനാധിപത്യപരമായിട്ടുള്ള അഥവാ എന്താണ് പിന്നെ പേഴ്സണൽ ലിബർട്ടി, ഇൻഡിവിജ്വൽ ലിബർട്ടി, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടനത്തിന്റെ സ്വാതന്ത്ര്യം, ഇതിലൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങൾ ഉള്ളതല്ല പ്രശ്നം, നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ നിയന്ത്രണങ്ങളിലൊക്കെ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു. അവർ നേരെ നോക്കുന്നത് എങ്ങോട്ടാണ്? നിങ്ങൾ ശ്രദ്ധിക്കുക, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് 15-16 രാജ്യങ്ങൾ ചേർന്ന ഒരു വലിയ രാജ്യമായിരുന്നു. ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഈ ചെറിയ രാജ്യങ്ങളൊക്കെ ഓരോരോ ദേശീയതകളാണ് സത്യത്തിൽ. അവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. അവർ യൂറോപ്യൻ കോണ്ടിനെന്റിലേക്കാണ് അവർ നോക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, മുതലാളിത്ത രാജ്യങ്ങളിലുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യവും അവസ്ഥയും അവര് മനസ്സിലാക്കുന്നു. ഇത് ഇവിടുത്തെ ജനങ്ങളെ അസ്വസ്ഥമാക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു അവസരം കിട്ടുന്ന സമയത്ത് ഇവര് ഈ യൂണിയനെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഡിസിന്റഗ്രേഷൻ സംഭവിക്കുന്നത്. ഇനി എപ്പോഴാണ് സംഭവിക്കുന്നത്? അപ്പൊ ഈ പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് മെസേഴ്സ് ഓഫ് ദ മിഖായേൽ ഗോർബച്ചേവ്. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു 1985 സോവിയറ്റ് യൂണിയനിൽ പുതിയൊരു പ്രസിഡന്റ് അധികാരം ഏറ്റെടുക്കണം. മൂപ്പരെ പേരെന്താണ്? മിഖായേൽ ഗോർബച്ചേവ്. പേര് പഠിച്ചതോ പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടാർക്ക്. ഗോർബച്ചേവ്. ഈ 1985 മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനില് എന്ത് ചെയ്യുന്നു? അധികാരം ഏറ്റെടുക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ഹി വാസ് ദ ലാസ്റ്റ് പ്രസിഡന്റ് ഓഫ് USSR. USSRന്റെ അവസാനത്തെ പ്രസിഡന്റ് ആകാൻ ഭാഗ്യമുണ്ടായ ആളാണ് ആര്? മിഖായേൽ ഗോർബച്ചേവ്. ആ പേര് അങ്ങനെ ഓർത്തു വെക്കുക. ഹി വാസ് ദ ലാസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ USSR. ഓക്കെ. പിന്നെ ഇനി ശ്രദ്ധിക്കാം, 1885 മിഖായേൽ ഗോർബച്ചേവ് അധികാരത്തിലെത്തി. ഇനി ഇവിടെ രസകരമായ ഒരു കാര്യം, ഇവിടെ കൊടുത്ത പോയിന്റുകൾ വായിച്ചാൽ ദ അഡ്മിനിസ്ട്രേറ്റീവ് മെസേജ് ഓഫ് ദ മിഖായേൽ ഗോർബച്ചേവ്. മിഖായേൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായി. ആ ഭരണ പരിഷ്കാരങ്ങളെ പേര് അവിടെ ഉണ്ടത് പഠിക്കേണ്ടതാണ്. ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. ഒന്ന് ഗ്ലാസ്നോസ്റ്റ്, പിന്നെ പെരിസ്ട്രോയിക്ക. മൂന്നെണ്ണം ഉണ്ട്, ഇവിടെ 2 ഉള്ളു. അപ്പൊ നമുക്ക് 2 പഠിച്ചാൽ മതി. അപ്പൊ 2 ഭരണ പരിഷ്കാരങ്ങൾ, ഗോർബച്ചേവിന്റെ 2 ഭരണ പരിഷ്കാരങ്ങളെ പേര് ഓർത്ത് വെക്കുക. ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക. പിന്നെ മിസനിയ എന്ന് പറയുന്ന 3ാമതൊന്നുണ്ട്, അത് അത്ര പ്രധാനപ്പെട്ടതല്ല, അതുകൊണ്ട് അവിടെ കൊടുക്കാത്തത്. അപ്പൊ അദ്ദേഹം അധികാരത്തിലെത്തി. അദ്ദേഹം പുതിയ 2 അഡ്മിനിസ്ട്രേറ്റീവ് മെസേഴ്സ് എന്ത് ചെയ്തു? അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ സത്യത്തില് ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയുന്നതും പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത്, ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയുന്നത് എ ചേഞ്ച് ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ദ USSR, അഥവാ സോവിയറ്റ് ശൈലിയിൽ, സോഷ്യലിസ്റ്റ് ശൈലിയിൽ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയും ഒരു ജനാധിപത്യ രീതിയുമാണ് അവിടെ ഉള്ളത്. അവിടെ അതിന്റെ ഒരു പ്രശ്നം എന്താണ്? ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അതുപോലെ തന്നെ പേഴ്സണൽ ലിബർട്ടി ഒക്കെ വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവാണ്. അപ്പൊ അതിലൊരു മാറ്റം വരുത്തുക എന്ന രൂപത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത് ഗ്ലാസ്നോസ്റ്റ്. ഈ പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത് ഒരു എന്താണ് കംപ്ലീറ്റ് ചേഞ്ച് ഓഫ് ദ എക്കണോമിക് സ്ട്രക്ചർ. സാമ്പത്തിക രംഗത്തെ സോഷ്യലിസ്റ്റ് രാജ്യം, അതിന്റെ സാമ്പത്തിക സ്ട്രക്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റ് മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ ആയിരിക്കും. അതിലൊരു ചെറിയ മാറ്റം വരുത്തുകയാണ്, അഥവാ ഗവൺമെന്റിന്റെ കൺട്രോൾ. അതാണ് ഒരു താഴത്തെ പോയിന്റില് സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, അഥവാ സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തത് നിങ്ങൾ കണ്ടാത്ത ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സോഷ്യലിസം എന്ന് കൊടുത്തത് കാണാം. അത് സൂചിപ്പിക്കുന്നത് ഇതിനെയാണ് സത്യത്തിൽ. അഥവാ സോഷ്യലിസത്തിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് ഓണർഷിപ്പ് ആണ്, പൊതു ഉടമസ്ഥതയാണ്, ഗവൺമെന്റ് ഓണർഷിപ്പ് ആണ്. അതിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് പ്രൈവറ്റ് ഓണർഷിപ്പിന് പ്രാധാന്യം നൽകുന്ന പുതിയ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. സത്യത്തിൽ എന്താണ് ഗോർബച്ചേവ് ചെയ്യുന്നത്? ഗോർബച്ചേവ് സത്യത്തിൽ ഇവിടെ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് അവസാനം വിലയിരുത്തപ്പെട്ടത്. പക്ഷെ ഇവിടെ ഉള്ള രസകരമായ തമാശ, യഥാർത്ഥത്തിൽ ഗോർബച്ചേവ് തെറ്റുകാരനായിരുന്നു. സത്യത്തിൽ അദ്ദേഹം തെറ്റുകാരനല്ല. യഥാർത്ഥത്തിൽ ഗോർബച്ചേവ് he realized that the Soviet Union speedily goes to the
എ ഗ്രേറ്റ് ഫാൾ ഓർ ദ ഡിക്ലൈൻ ഇൻ ദ എക്കണോമിക് ആൻഡ് ദ പൊളിറ്റിക്കൽ അറീന. സോവിയറ്റ് യൂണിയന്റെ അധികാരത്തിലേക്ക് ഇദ്ദേഹം വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്? സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഈ മഹാശക്തി അതിവേഗം സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആര് തിരിച്ചറിയുകയാണ്? സത്യത്തിൽ ഗോർബച്ചേവ് തിരിച്ചറിയുകയാണ്. തിരിച്ചറിഞ്ഞ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ തകർച്ചയെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അദ്ദേഹം ഈ രണ്ട് പരിഷ്കാരങ്ങളും പ്രഖ്യാപിക്കുന്നത്. റിയലി ദ ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക ഈസ് വെരി വെരി റെലവന്റ്. ഇത് സത്യത്തിൽ വളരെ പ്രസക്തമായിരുന്നു. ഈ രണ്ട് പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയനെ രക്ഷപ്പെടുത്താൻ വളരെ പ്രസക്തമായ രണ്ട് പരിഷ്കാരങ്ങളായിരുന്നു. പക്ഷേ ഇതിന്റെ റിസൾട്ട് എന്ത് ചെയ്യാണ്? ഇതിന്റെ റിസൾട്ട് നേരെ നെഗറ്റീവായിട്ട് മാറുകയാണ്. പറയാൻ മനസ്സിലാണ്ട? ഒരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അഥവാ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു, ICUല് ആക്കി. പ്രായമുള്ള രോഗിയാണ്. അപ്പൊ രോഗിയുടെ രോഗം വളരെ സീരിയസ് ആയി. ഡോക്ടർ ബന്ധുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ സീരിയസ് ആണ് പ്രശ്നം, അടിയന്തരമായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പ്രായമുള്ള രോഗിയാണ്. അപ്പോ ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് ഓപ്പറേഷൻ വിജയിക്കൂ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓപ്പറേഷൻ വിജയിച്ചാൽ രോഗി കുറച്ചുകൂടി കാലം ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ ഏതായിരുന്നാലും ഒരു 6 മാസത്തെ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് രോഗി മരിക്കുമെന്നാണ് ഡോക്ടറുടെ പ്രതീക്ഷ. അതിലപ്പുറം പോകാൻ സാധ്യതയില്ല. ഇനി ഓപ്പറേഷൻ വിജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി കാലം ജീവിക്കാൻ പറ്റും. അപ്പൊ സത്യത്തിൽ എന്ത് ചെയ്തു? ഏതായാലും കുറച്ചുകൂടി കാലം ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ഓപ്പറേഷൻ ആയിക്കോട്ടെ എന്ന് ബന്ധുക്കൾ പറഞ്ഞു. സത്യത്തിൽ ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? രോഗി മരിച്ചു. വേണമെങ്കിൽ എന്ത് പറയാം? ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് രോഗിയെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ രോഗി മരിക്കൂലേ? ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ രോഗി മരിക്കും. കാരണം രോഗിന്റെ രോഗവും പ്രായവും പ്രശ്നവും അങ്ങനെയാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങളും. ഗോർബച്ചേവ് പരിഷ്കാരം നടത്തിയിരുന്നെങ്കിലും സോവിയറ്റ് യൂണിയൻ തകരാൻ പോവുകയാണ്. പക്ഷേ പരിഷ്കാരം കൊണ്ടുണ്ടായ സംഭവം എന്താ വെച്ചാൽ തകർച്ച വളരെ വേഗത്തിലായി എന്ന് മാത്രം. അഥവാ പോസിറ്റീവ് റിസൾട്ടിന് പകരം ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ത് ചെയ്തു? നെഗറ്റീവായിട്ട് അടിച്ചു. അപ്പൊ അതുകൊണ്ട് സ്പീഡില് തകർച്ചയുടെ വേഗത, അഥവാ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ട ടൈം അതിക്രമിച്ചു പോയിരുന്നു. ഇത് കുറച്ച് മുന്നേ നടപ്പിലാക്കേണ്ടതായിരുന്നു. പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലേക്ക് സോവിയറ്റ് യൂണിയൻ പോയിരുന്നു എന്നർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്തായിരുന്നാലും ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ദ മെസേജ് ഓഫ് ദ മിഖായിൽ ഗോർബച്ചേവ്, ദ ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക ഡ്യൂ ടു ദ കൊളാപ്സ് ഓഫ് ദ ഡിസിന്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ എന്ന് പറയപ്പെട്ടു. അഥവാ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ വഴിയൊരുക്കി എന്ന് അതുകൊണ്ട് പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടു. ചുരുക്കത്തിൽ ഓർത്തു വെക്കുക, 1885 നടപ്പിലാക്കുന്നത്. 1885 കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതെല്ലാം കൂടി പഠിക്കാതെ. വിത്ത് ദ റിസിഗ്നേഷൻ ഓഫ് ദ ഗോർബച്ചേവ് ആസ് പ്രസിഡന്റ് ഇൻ ദ 1991 സോവിയറ്റ് യൂണിയൻ ഫോർമലി ceased to exist naturally. This ended Cold War. ശ്രദ്ധിക്കുക, അഥവാ 1885 അധികാരത്തിലെത്തിയ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങളോടുകൂടി സോവിയറ്റ് യൂണിയൻ ഒരുപാട് സംഭവങ്ങൾ നടക്കും. ഒരുപാട് സംഭവം എന്ന് പറഞ്ഞാൽ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. അത് സോവിയറ്റ് യൂണിയനിൽ മാത്രമല്ല നടക്കുന്നത്. ബിക്കോസ് സോവിയറ്റ് യൂണിയൻ വാസ് ദ ലീഡർ ഓഫ് ദ സോഷ്യലിസ്റ്റ് ബ്ലോക്ക്. ഒരുപാട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആ ചേരിയുടെ അലയൻസിന്റെ തലവനായിട്ടുള്ള രാജ്യമാണ് സോവിയറ്റ്. അതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ തകർച്ച എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ മൊത്തം പിടിച്ചു കുലുക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ നമുക്ക് ഓർക്കാം. അഥവാ ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ തകരുമ്പോ ഇപ്പുറത്ത് ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുകയാണ്. എന്തൊക്കെ സംഭവങ്ങള്? ശീതസമരം ഉയർന്നു വരുന്ന സമയത്ത് ഉണ്ടായ എല്ലാ സംഭവങ്ങളും നേരെ റിവേഴ്സ് അടിച്ചു പോകുന്നു. അഥവാ ജർമ്മനി 2 ആയിരുന്നു, ജർമ്മനി 1 ആയി മാറുന്നു. ജർമ്മനി 2 ആയത് ഒന്ന് മുതലാളിത്ത ജർമ്മനിയും ഒന്ന് സോഷ്യലിസ്റ്റ് ജർമ്മനിയുമായിട്ട് മാറുകയായിരുന്നു സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും മത്സരകാലത്ത്. അത് നേരെ തിരിച്ചിട്ട് സോഷ്യലിസ്റ്റ് ജർമ്മനി മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോകുന്നു. ജർമ്മനി യൂണിഫിക്കേഷൻ നടക്കുന്നു. ബെർലിൻ വാൾ എന്ന് പറയുന്ന 2 ജർമ്മനികളെ കൂട്ടി പിന്നെ രണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച ബെർലിൻ മതിൽ എന്ന് പറയുന്ന അതിപ്രശസ്തമായ ശീതസമരത്തിന്റെ സിംബലായിട്ട് നിലനിന്നിരുന്ന മതിൽ ജർമ്മനിക്കാർ അടിച്ച് തകർക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് കിഴക്കൻ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈസ്റ്റേൺ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുതലാളിത്തത്തിലേക്ക് തിരിച്ചു ചാടുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ തകരുമ്പോൾ മറുഭാഗത്ത് സോഷ്യലിസ്റ്റ് ചേരിയും തകരുകയായിരുന്നു. അങ്ങനെ ഏകദേശം 6 വർഷം നീണ്ടുനിന്ന സംഭവങ്ങൾക്കൊടുവിൽ അവസാനം എന്ത് സംഭവിക്കാണ്? സോവിയറ്റ് യൂണിയന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്.
അവസാനം 1991 എന്ത് സംഭവിക്കുന്നു? ഇനി ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ആര് മനസ്സിലാക്കുന്നു? നമ്മുടെ ഗോർബച്ചേവ് മനസ്സിലാക്കുന്നു. 1991 ഡിസംബർ 25 അഥവാ ക്രിസ്മസിന്റെ ദിവസം നോക്കിയിട്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ, ശ്രദ്ധിക്കുക, ഒരു ഫെഡറേഷൻ ആയിരുന്നത്, ആ യൂണിയൻ പിരിച്ചുവിട്ടതായിട്ട് ഗോർബച്ചേവ് പ്രഖ്യാപിക്കുകയാണ്. ആ യൂണിയനിലെ ഏറ്റവും വലിയ സോവിയറ്റ് ആയിരുന്ന റഷ്യയാണ് ഇന്ന് നിലവിലുള്ള റഷ്യ എന്ന് പറയുന്ന രാജ്യം, അഥവാ പഴയ സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നത് റഷ്യയാണ്. അത് അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും വലിയ സോവിയറ്റ് ആയിരുന്നു. ബാക്കി 15 സോവിയറ്റുകൾ ഉണ്ടായിരുന്നു. ലിത്തോണിയ, എസ്തോണിയ, ഉക്രൈൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സോവിയറ്റുകൾ. ഇതൊക്കെ പുതിയ രാജ്യങ്ങളായിട്ട് പോയി. അങ്ങനെ 15 പുതു രാജ്യങ്ങൾ വേറെ രൂപം കൊണ്ടു. സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന റഷ്യ എന്ന് പറയുന്ന രാജ്യം പിന്നെ എന്ത് ചെയ്തു? അടുത്ത ഭരണാധികാരിയുടെ കീഴില് ഈ സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യവുമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോഴുള്ള രാജ്യം അതാണ്, റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഓർത്തു വെക്കുക, അങ്ങനെ 1991 എന്തവസാനിച്ചു? സോവിയറ്റ് യൂണിയൻ ഡിസ്ഇന്റഗ്രേഷൻ നടന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇമ്പാക്ട് ഓഫ് ദ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ചോദിക്കും. അവിടെ പ്രത്യേകിച്ച് എടുത്തു കൊടുത്തിട്ടില്ല പോയിന്റ് ആയിട്ട്, പക്ഷെ ശ്രദ്ധിക്കണം, ഇമ്പാക്ട് ഓഫ് ദ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എൻഡ് ഓഫ് ദ കോൾഡ് വാർ. എൻഡ് ഓഫ് ദ കോൾഡ് വാർ, ശീതസമരം എന്ന് പറയുന്ന പ്രത്യേക സാഹചര്യം അവസാനിക്കുന്നു. അഥവാ രണ്ട് മഹാശക്തികൾ തമ്മിലുള്ള മത്സരത്തിന്റെ 45 വർഷങ്ങൾക്ക് പരിസമാപ്തിയാവുന്നു. പിന്നെന്താണ്? ഗ്രൗണ്ടിൽ അമേരിക്ക മാത്രം, ഗോളും ഗോൾ പോസ്റ്റും അമേരിക്കയുടെ കയ്യിൽ. അമേരിക്ക ഗോൾ അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോഴും ആ കാലഘട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. അഥവാ അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്ക ലോക പോലീസായിട്ട്, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ അമേരിക്ക മാത്രം ബാക്കിയാവുന്ന തരത്തിൽ അതിശക്തമായ ഒരു എതിരാളി അമേരിക്കക്ക് നഷ്ടപ്പെടുന്നു. അമേരിക്ക മഹാശക്തിയായിട്ട് മാറുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ അവിടെ ഓർത്ത് വെക്കുക, എൻഡ് ഓഫ് ദ കോൾഡ് വാർ. രണ്ടാമത്തത് എൻഡ് ഓഫ് ദ ബൈപോളാർ വേൾഡ്. ദ ബൈപോളാർ വേൾഡ് ഈസ് എൻഡഡ് ആൻഡ് ദ വേൾഡ് ചേഞ്ച് ടു എ യൂണിപോളാർ വേൾഡ്. ഒരു യൂണിപോളാർ വേൾഡിലേക്ക് ലോകം മാറുന്നു. യൂണിപോളാർ വേൾഡിന്റെ സവിശേഷത താഴെ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് വരാം. അതിന് മുമ്പ് വേറെ സ്ഥാനം നമുക്ക് പറയാനുണ്ട്. യെസ്, അപ്പൊ ഒന്ന് എൻഡ് ഓഫ് ദ കോൾഡ് വാർ, രണ്ടാമത്തെ എന്താണ്? എൻഡ് ഓഫ് ദ ബൈപോളാർ വേൾഡ്. ബൈപോളാർ വേൾഡ് അവസാനിച്ചു. എമർജൻസ് ഓഫ് ദ യൂണിപോളാർ വേൾഡ്, ഏകധ്രുവ ലോകത്തിന്റെ ഉത്ഭവം. അഥവാ അമേരിക്ക മാത്രമുള്ള ഒരു ഏകധ്രുവ ലോകം എന്ത് ചെയ്യുന്നു? ഉയർന്നു വരുന്നു. ബൈപോളാർ വേൾഡ് അവസാനിക്കുന്നു. പിന്നെയും വേണം പറയാം, ദ എൻഡ് ഓഫ് ദ സോഷ്യലിസ്റ്റ് ബ്ലോക്ക്. സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കും തകരുന്നു. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ എക്സ്പാൻഷൻ ഓഫ് ദ സോഷ്യലിസം, സോഷ്യലിസത്തിന്റെ വികാസത്തിന് തിരിച്ചടി ഏൽക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഈ മൂന്നെണ്ണം പ്രധാനമായിട്ട് ഓർത്തു വെക്കട്ടാ. ഇനി ശ്രദ്ധിക്കുക, അതിന്റെ തൊട്ട് താഴെ തന്നെ ശ്രദ്ധിക്കുക, യൂണിപോളാർ വേൾഡ്. ഇത് സംഭവിക്കുന്നതോടെ ലോകം എന്തായിട്ട് മാറുന്നു? ബാക്കിൽ രണ്ട് ഹെഡിങ് ഉണ്ട്, നമ്മൾ തിരിച്ചു വരാൻ കൊണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, യൂണിപോളാർ വേൾഡ് ഇതിന് കൂടെ തന്നെ പറയുമ്പോൾ. ഇനി ആഫ്റ്റർ ദ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, ദ വേൾഡ് നോൺ ആസ് ദ യൂണിപോളാർ വേൾഡ്. യൂണിപോളാർ വേൾഡ് എന്ന് പറയാൻ ഏകധ്രുവ ലോകം എന്നാണ് അർത്ഥം. അഥവാ ബൈപോളാർ വേൾഡ് എന്ന് പറയുന്ന സാഹചര്യം അവസാനിക്കുകയും ലോകം എന്തായി മാറി? ലോകം ഒരു ഏകധ്രുവ ലോകമായിട്ട് മാറുകയും ചെയ്തു. ഈ ഏകധ്രുവ ലോകത്ത് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ എന്തൊക്കെ ലോകത്ത് നടക്കുന്നത് അതന്നെ. അഥവാ അമേരിക്ക മാത്രം മേധാവിത്വം പുലർത്തുന്ന ഒരു ലോകം ഉയർന്നു വന്നു. അമേരിക്ക അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ മേഖല അതിശക്തമായ പിടിമുറുക്കാൻ തുടങ്ങി. ഇനി അവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് ആ ഒരു പോയിന്റാണ് പഠിക്കാനുള്ളത്. എന്താ പഠിക്കാനുള്ളത്? There are many several strategies were adopted by the America to establish its dominance over the world. അമേരിക്ക ഈ ഏകധ്രുവ ലോകത്ത് തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തട്ടിപ്പുകളും നടത്തിക്കൊണ്ടിരുന്നു. പ്രധാനപ്പെട്ട ചില തന്ത്രങ്ങൾ നമുക്ക് നോക്കാം. യൂട്ടിലൈസ് ഇന്റർനാഷണൽ നാഷണൽ ഏജൻസീസ്, അമേരിക്ക പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഒന്നാമത്തെ അന്താരാഷ്ട്ര സംഘടനകളെയും ഏജൻസികളെയും അമേരിക്ക എന്ത് ചെയ്തു? ഉപയോഗപ്പെടുത്തിയിട്ട് അമേരിക്ക ലോക രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് തങ്ങളുടെ മേധാവിത്വം ഉറപ്പിച്ചു. ഉദാഹരണം, ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളെയും അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെയും IMF, IDRD പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും ഒക്കെ അമേരിക്ക പിടിമുറുക്കുകയും അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു.
ഷോർട്ട് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ദെൻ സെക്കൻഡ് എക്സ്റ്റെൻഡ് ദ മിലിറ്ററി അലയൻസസ്. എക്സ്റ്റെൻഡ് ദ മിലിറ്ററി അലയൻസസ്. അമേരിക്കയുടെ സൈനിക സഖ്യങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു. മറ്റുള്ള സൈനിക സഖ്യങ്ങളൊക്കെ പിരിച്ചുവിട്ടെങ്കിലും നാറ്റോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ അമേരിക്ക അതിന്റെ സൈനിക സഖ്യം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വഹിച്ചു. ദെൻ മീഡിയ വേർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അമേരിക്കയുടെ നിക്ഷിപ്ത താല്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോക മാധ്യമങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനനുസരിച്ച് തുള്ളാൻ തുടങ്ങിയർത്ഥം. അഥവാ അമേരിക്കയുടെ താല്പര്യങ്ങൾ. ഇങ്ങനെ അമേരിക്ക ലോകത്ത് മേധാവിത്വം പിടിച്ചടക്കുന്നതിന്റെ ചരിത്രം 1991 മുതൽ ആരംഭിക്കുന്നു. തൊട്ടടുത്ത പാരഗ്രാഫിൽ ചെറുതായിട്ട് പറഞ്ഞത് ഇറ്റ് വാസ് അമേരിക്കാസ് ഇംപീരിയലിസ്റ്റ് പോളിസി ദാറ്റ് paved the way for the Gulf War. ഈ കോൾഡ് വാർ കഴിഞ്ഞ തൊട്ട് പറകെ തന്നെ 1991 അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധത്തിലേക്ക് വരുന്നു. വളരെ ഓർക്കുക, നമുക്ക് വിശദീകരിച്ച് പഠിക്കാനില്ല. അഥവാ 1991 വരുന്ന ഒന്നാം ഗൾഫ് യുദ്ധം എന്ന് പറയുന്ന യുദ്ധം, അവിടെ ഇറാഖ് കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുന്നു. കിട്ടിയ ചാൻസിൽ അമേരിക്ക സദ്ദാം ഹുസൈനെ തകർക്കാൻ വേണ്ടി ഇറാഖിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ യുദ്ധം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് അമേരിക്കൻ മേധാവിത്വത്തിന്റെ ഒരു നിദർശനമായ യുദ്ധമായിരുന്നു. അമേരിക്ക അതിന്റെ മിലിറ്ററി ശക്തികളെ ലോകത്തെ ബോധ്യപ്പെടുത്തി കാണിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പേരിലാണ് യുദ്ധം നടക്കുന്നത്, UNOയുടെ പേരിലാണ് യുദ്ധം നടക്കുന്നത്. പക്ഷെ അമേരിക്കയാണ് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അങ്ങനെ അമേരിക്ക അന്നങ്ങട്ട് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇറാഖിനെതിരെ യുദ്ധത്തിൽ എന്ന് പറഞ്ഞിട്ട് അന്നങ്ങട്ട് കുടിയേറിയതാണ്. എന്നിട്ട് ഓരോ അവിടെ തിരിച്ചു പോകാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. നിങ്ങൾ ഓർത്തു വെക്കുക, ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ അടുത്താണ് സൗദിയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം അവസാനിക്കുന്നത്. അതിനുശേഷം പിന്നീട് അമേരിക്കയുടെ ഈ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ മേഖലയിൽ അമേരിക്ക നടത്തിയ ഇടപെടൽ. അതിന്റെ എൻഡാണ് കഴിഞ്ഞ മാസം അവസാനിച്ചത്. അഥവാ അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നിന്ന് പിന്മാറിയ ചരിത്രം നിങ്ങളിപ്പോ പത്രങ്ങളൊക്കെ കണ്ടിരിക്കും. അമേരിക്കയുടെ ആ മേധാവിത്വ സംസ്ഥാപനത്തിന്റെ 2 പതിറ്റാണ്ടുകൾ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പൊ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, 2 പതിറ്റാണ്ടല്ല 3 പതിറ്റാണ്ട്. 1991 തുടങ്ങി 1921 ആകുമ്പോഴേക്ക് അമേരിക്ക അതിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തി മെല്ലെ ചിലയിടത്തെങ്കിലും അമേരിക്ക ശക്തമായ തിരിച്ചടികൾ നേരിടുന്നു എന്ന് അമേരിക്ക സ്വയം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അഫ്ഗാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ അമേരിക്ക മെല്ലെ തടി ഊരിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എന്ത് സംഭവിക്കും നമുക്ക് വരുന്ന ലോകത്ത് കാണാം. ഓക്കെ, പത്രം ഇവിടെ ഓർത്ത് വെക്കട്ടാ. ഇനി അപ്പൊ ഈ 3 പോയിന്റാണ് നമ്മൾ പഠിക്കേണ്ടത്. റിലയൻസ് ഇന്റർനാഷണൽ ഏജൻസീസ് അമേരിക്ക പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോക രാജ്യങ്ങൾക്ക് അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകി അവരെ അവരുടെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. അന്താരാഷ്ട്ര ഏജൻസികളെ അവരെ ഉപയോഗപ്പെടുത്തി അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സ്റ്റെൻഡ് ദ മിലിറ്ററി അലയൻസസ്. സൈനിക സഖ്യങ്ങൾ വ്യാപിപ്പിക്കുന്നു. മീഡിയ വർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അഥവാ അമേരിക്കയുടെ താല്പര്യങ്ങളൊത്ത് ലോക മാധ്യമങ്ങളെ തുള്ളിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ ഈ ചാപ്റ്റർ ഇന്ന് അവസാനിപ്പിക്കാൻ പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ എന്ത് ചെയ്യേണ്ട, അതിന് ശ്രമം നടത്തിയിട്ടൊരു കാര്യവും ഇല്ല. അപ്പോ പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു, ഞാൻ അതിന്റെ കൺക്ലൂഷൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെ പോയത്. ഇനി നമ്മൾ എടുക്കാൻ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഉണ്ട്, വെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, പിന്നെ അതിന്റെ അവസാനത്തെ നിയോ ഇമ്പീരിയലിസം, നിയോ എക്കണോമിക് പോളിസി. അതൊരു ക്ലാസ്സിൽ എടുക്കാനോ അതിന്റെ അപ്പുറമുള്ള സാധനം ഉണ്ട്. നമ്മളത് വളരെ ഫാസ്റ്റ് അടിച്ച് പോയിട്ട് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ എന്ത് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക കേട്ടാ. വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ് നമുക്കിത് അവസാനിപ്പിക്കാം. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോന്നിട്ടുള്ളത്. എന്തെങ്കിലും സംശയം അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം.